നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 412th day. Today 12th sloka of 6th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 412 ദിവസം. ഇന്ന് 6ാമത്തെ അധ്യായത്തിലെ 12ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6ാമത്തെ അധ്യായത്തിലെ 12ാമത്തെ ശ്ലോകം. ഓം തത്സത്. തീർത്ഥേ വാപി വനേ വാപി ഗൃഹേ വാ ശ്രവണം മദം വിശാലാവസുധായത്ര കർത്തവ്യം തത് കഥാസ്ഥലം. തീർത്ഥേ വാപി വനേ വാപി ഗൃഹേ വാ ശ്രവണം മദം വിശാലാവസുധായത്ര കർത്തവ്യം സത് കഥാസ്ഥലം. എപ്രകാരം ക്ഷണിക്കണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ശ്രീമദ് മഹാഭാഗവതം എവിടെ വെച്ച് എങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ച് ശ്രവിക്കാമെന്ന് പറഞ്ഞു തരികയാണ്. തീർത്ഥസ്ഥലങ്ങളിൽ, പുണ്യതീർത്ഥങ്ങളുടെ കരകളിലൊക്കെ, തീർത്ഥേവാബി വനത്തിൽ, തീർത്ഥങ്ങളുടെ പ്രസിദ്ധങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ പുണ്യങ്ങളായിട്ടുള്ള തീർത്ഥങ്ങളുടെ കരകളിൽ പാരായണം ചെയ്യാം. വനത്തിൽ പാരായണം ചെയ്യാം. ഗൃഹത്തിലും പാരായണം ചെയ്യാം. ഇവിടെ ക്ഷേത്രങ്ങൾ പ്രത്യേകമായിട്ട്, ക്ഷേത്രങ്ങളിൽ എന്തായാലും പാരായണം ചെയ്യാം. അതുകൊണ്ട് ക്ഷേത്രങ്ങൾ പ്രത്യേകമായി പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തിലും ഈ ശ്രീമദ് മഹാഭാഗവതം പാരായണം ചെയ്യാം, കേൾക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിക്കാം. വിശാലാവസുധ, ആ സ്ഥലം വിശാലമായിരിക്കണം എന്ന് മാത്രം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. കഥാപ്രസംഗത്തിനായി തീർച്ചപ്പെടുത്തുന്ന സ്ഥലം എല്ലാ സ്ഥലത്തിലും, ഗൃഹങ്ങളിലും തീർത്ഥസ്ഥലങ്ങളിലും വനങ്ങളിലും ഒക്കെ ആവാം. പക്ഷേ അത് ആ സ്ഥലം കുറച്ച് വിശാലമായിരിക്കണം എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിലൂടെ. ആ സ്ഥലത്തിനു പോലും അതിൻ്റേതായ മുഖ്യത്വം ഉണ്ടാകണം. എല്ലാവർക്കും ധാരാളമായി ഇരുന്ന് ശ്രദ്ധയോടുകൂടി കേൾക്കാൻ പറ്റുന്ന വിശാലമായിട്ടുള്ള സ്ഥലമായിരിക്കണം എന്ന് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. തീർത്ഥേ വാപി വനേ വാപി ഗൃഹേ വാ ശ്രവണം മദം. തീർത്ഥത്തിലും വനത്തിലും ഗൃഹത്തിലും. വിശാലാവസുധായത്ര കർത്തവ്യം സത് കഥാസ്ഥലം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.